നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. വംശഹത്യകളെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ കേട്ടുകാണും. ഒരു സമൂഹത്തെയോ ഒരു വംശത്തെയോ ഒരു കുലത്തെയോ ഒരു പ്രദേശത്തെ ആളുകളെയോ അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് വംശഹത്യ എന്ന് പറയുക. ഒട്ടനവധി വംശഹത്യകൾ നമ്മുടെ രാജ്യത്ത് തന്നെ പലതും. ഗുജറാത്ത് കലാപത്തെ വംശഹത്യ എന്ന് പറയുന്നത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഇരുപക്ഷത്തും ആളുകൾ കൊല്ലപ്പെട്ടൊരു കലാപമായിരുന്നു. കശ്മീരിൽ ഏതാണ്ട് വംശഹത്യയായിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളെ പൂർണ്ണമായും ആ താഴ്വരയിൽ നിന്ന് മാറ്റി. അതുപോലെ തന്നെ ജൂതർക്കെതിരെ നമ്മുടെ ഹിറ്റ്ലർ നടത്തിയത് വംശഹത്യയായിരുന്നു. അങ്ങനെ ഒരു സിറിയയിൽ യസീദികൾക്കെതിരെ നടക്കുന്നത് വംശഹത്യയാണ്. ഇങ്ങനെ ഒട്ടനവധി വംശഹത്യകളുണ്ട്. പക്ഷേ ലോകത്തെ മനസ്സ് മടുപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന, കുത്തി നോവിക്കുന്ന, ഹൃദയം പറഞ്ഞു പോകുന്ന ഒരു വംശഹത്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹോളോഡോമോർ എന്നാണ് അത് അറിയപ്പെടുക. ഹോളോഡോമോർ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് 1932 മുതൽ 33 വരെ ഉക്രൈനിലുണ്ടായ ഒരു ഭക്ഷ്യക്ഷാമമാണ് ഹോളോഡോമോർ എന്നറിയപ്പെടുക. ഈ ഭക്ഷ്യക്ഷാമം അന്നത്തെ USSR ഗവൺമെൻറ്, അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അന്നത്തെ ജോസഫ് സ്റ്റാലിൻ ഭരിച്ചിരുന്ന ആ സർക്കാർ അവരുടെ ഒരു പ്രവിശ്യയായ ഉക്രൈൻ്റെ സ്വതന്ത്രമുഖത്തെ തല്ലിക്കെടുത്തുവാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു ക്ഷാമമായിട്ടാണ് ലോകത്ത് അറിയപ്പെടുന്നത്. നമ്മുടെ കുട്ടനാട് പോലെ കേരളത്തിൻ്റെ ഭക്ഷ്യധാന്യ കലവറയാണല്ലോ കുട്ടനാട്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ USSRൻ്റെ ഭക്ഷ്യധാന്യ കലവറ ആയിരുന്നു ഉക്രൈൻ ആയിരുന്നു ഏറ്റവും അധികം കൃഷിയിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ സോവിയറ്റ് യൂണിയന് നൽകിയിരുന്നത്. പക്ഷേ ഈ ഉക്രൈന് വലിയ കപ്പം ചുമത്തി ഭക്ഷ്യധാന്യത്തിൻ്റെ കോട്ട അത് കൊടുക്കേണ്ടതായിട്ടുള്ള കോട്ട വലിയ തോതിൽ USSR വർദ്ധിപ്പിക്കുകയും തിരിച്ച് അവർക്ക് നൽകേണ്ട റേഷൻ വളരെ ചുരുക്കുകയും ചെയ്തു. ഈ ഉക്രൈൻ എന്നും സ്വാതന്ത്ര്യം കാക്ഷിച്ചിരുന്ന ഒരു ആളുകളാണ് ആ പ്രദേശത്തുള്ള ആളുകൾ. നമുക്കറിയാം, ഇന്നും റഷ്യയും ഉക്രൈനുകാരും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. അന്ന് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികളെ അടിച്ചമർത്തുക എന്നതായിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ, കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള സ്റ്റാലിൻ്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്താൻ ബോധപൂർവം അവിടെ ഒരു ക്ഷാമം സൃഷ്ടിച്ച്, അല്ലെങ്കിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു ക്ഷാമകാലത്തെ അതിതീവ്രമായി ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ കൊന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഏകദേശം ഒരു 9 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. 9 ദശലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടിക്കടുത്ത്, 90 ലക്ഷത്തിനടുത്ത്. അതിൽ തന്നെ 15 ലക്ഷം ആളുകളായി കുറഞ്ഞു എന്നാണ് പറയുന്നത്. 70 ലക്ഷം, 35 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ പട്ടിണി കിടന്ന് അവിടെ ഉക്രൈനിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭരണകൂടം നേരിട്ട് ചെയ്ത ഒരു വംശഹത്യയാണ്. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ക്രൂരമായ വംശഹത്യകളിൽ ഒന്നാണ്. അതായത് ജൂതന്മാരെ നമുക്കറിയാം, ഈ കൊല്ലുന്ന യന്ത്രങ്ങളിലൊക്കെ ഇട്ടുകൊന്നു, അതിനേക്കാളും ക്രൂരമായി പട്ടിണിക്കിട്ട് കൊന്ന ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വംശഹത്യയാണ് ഈ ഹോളോഡോമർ. അതിന്ന് മനുഷ്യത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും ഇല്ലെങ്കിൽ സോഷ്യലിസത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ, സമത്വത്തെക്കുറിച്ചൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരാണ് അത് ചെയ്തത് എന്നതാണ് വളരെ ഖേദകരം. ഞാൻ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളെ യുക്തിക്കനുസരിച്ച് അത് നിങ്ങൾ യുക്തി വിടുന്നു. പക്ഷേ എന്തായാലും ഹോളോഡോമോർ എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ കിട്ടും. ഇത് യാഥാർത്ഥ്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് ഒരു 70 ലക്ഷത്തിനടുത്ത് ആളുകളെ പട്ടിണി കിട്ടുകൊന്ന ഒരു കഥയുടെ പേരാണ്, ഒരു ചരിത്രത്തിൻ്റെ പേരാണ് ഹോളോഡോമർ. എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.